ലൈംഗികാതിക്രമ ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഷിംജിത അറസ്റ്റിൽ. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിത പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ചേരുകയാണ്. ലക്ഷ്മി, ഈ ഷിംജിത ഒളിവിലായിരുന്നല്ലോ, ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. ബന്ധുവീട്ടിൽ നിന്നാണെന്നാണ് അറിയാനാവുന്നത്. എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട്? മായ ഉച്ചയോടുകൂടിയാണ് വടകരയിലെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കുന്നത് പോലീസ്. ഏതായാലും ഇതേ തുടർന്ന് തന്നെ ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഷിംജിതയെ ഇപ്പോൾ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനുശേഷം കുന്നമംഗലം കോടതിയിലേക്ക് ഹാജരാക്കി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. ഏതായാലും ഇത് നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, പോലീസ് വാഹനത്തിലല്ല ഷിംജിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത്, അതുപോലെ തന്നെ വൈദ്യപരിശോധനയ്ക്കായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തീർത്തും രഹസ്യമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അറസ്റ്റ് ചെയ്തതായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീർത്തും വളരെ രഹസ്യമായിട്ടായിരുന്നു. നമുക്ക് പോലും ഒരു ചെറിയൊരു സൂചന പോലും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഷിംജിതയെ എത്തിക്കും എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ലുക്കൌട്ട് നോട്ടീസ് ഇന്ന് രാവിലെയാണ് പുറപ്പെടുവിച്ചത്. തുടർന്ന് തന്നെ ഷിംജിതയെ ഉച്ചയോടുകൂടി തന്നെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം വിദേശ രാജ്യത്തേക്ക് അടക്കം ഷിംജിത കടന്നു എന്നുള്ളൊരു വിവരവും നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. എന്നാൽ വടകരയിൽ നിന്ന് തന്നെയാണ് ഷിംജിതയെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും BJP പ്രവർത്തകരടക്കം ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തിയിട്ടുണ്ട്. നമുക്കത് ഈ ഒരു വിഷ്വൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. കാരണം ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഷിംജിതയെ അറസ്റ്റ് ചെയ്യണമെന്നും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് BJP പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു. ഏതായാലും ഇതിനെതിരെ പ്രതിഷേധം നടത്താനിരുന്നുവെങ്കിലും ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയതുകൊണ്ട് തന്നെ BJP പ്രവർത്തകർ അതിനെതിരെയുള്ള പ്രതിഷേധം ഒഴിവാക്കുകയായിരുന്നു. ഏതായാലും കൂടുതൽ ആളുകൾ ഷിംജിതയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് കൂടുതൽ ആളുകൾ ഇവിടെ പോലീസ് സ്റ്റേഷന് ചുറ്റും കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇവിടെയുള്ള കൗൺസിലർ ടി റെനീഷിനോട് ചോദിക്കാം. അദ്ദേഹം ഈ ഒരു സംഭവത്തിന് പിന്നാലെ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു. കൂടുതൽ അതായത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് അടക്കം കടന്നിരുന്നു. അപ്പോൾ എന്താണ്, അതായത് വളരെ രഹസ്യമായിട്ട് ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൂടുതൽ അതായത് സ്വകാര്യ വാഹനത്തിൽ അറസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ നടപടികളെല്ലാം അതുപോലെ തന്നെ പരാതി നൽകിയിട്ടും FIR ഉടൻ രജിസ്റ്റർ ചെയ്യാത്തൊരവസ്ഥ. അങ്ങനെ ഈ ഒരു സംഭവത്തിനെല്ലാം എന്താണ് ഇതിന്റെ കാരണമായിട്ട്? അല്ല, ഇത് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞതാണ്. തുടക്കം മുതലേ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. പരാതി കൊടുത്ത സമയത്ത് അസ്വാഭാവിക മരണത്തിന് മാത്രം കേസെടുത്തു. അതിനുശേഷം അതിശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ മാത്രമാണ് പ്രേരണ കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സ്വകാര്യ വാഹനത്തിൽ VIP പരിഗണന കൊടുക്കുന്നു, സ്വകാര്യ വാഹനത്തിൽ അവരെ കൊണ്ടുവരുന്നു, പത്രമാധ്യമങ്ങൾ ആരെയും അറിയിക്കുന്നില്ല. നമ്മളിവിടുത്തെ CAനെയും ACനെയും അടക്കമുള്ള ആളുകളെ വിളിക്കുമ്പോൾ അവരാരും തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പറയുന്നില്ല. അതിനുശേഷം ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, മെഡിക്കൽ പരിശോധന നടത്തേണ്ടത് യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധിയിൽ സ്റ്റേഷനിൽ ഹാജരാക്കിയതിനു ശേഷം മെഡിക്കൽ കോളേജ് സ്റ്റേഷന് പരിധി എന്ന് പറയുന്നത് ബീച്ച് ഹോസ്പിറ്റലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലോ ആണ് വൈദ്യപരിശോധന നടത്തുന്നത്. അപ്പോൾ ഇത് രണ്ടും നടത്താതെ ആരും അറിയാതെ ഇപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ച് വൈദ്യപരിശോധന നടത്തുന്നു, സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവരുന്നു, നേരിട്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള ശ്രമമാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് പോലീസ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അങ്ങനെ ഇവർക്ക് ജാമ്യം കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അതിശക്തമായ സമരങ്ങൾക്ക് ഈ സ്റ്റേഷൻ സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു ഞങ്ങൾ സൂചന നൽകുകയാണ്. അതിശക്തമായ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോൾ ഇത് തന്നെയാണ് BJP പ്രവർത്തകർ അടക്കം പറയുന്നത്. ഏതായാലും ഈ സംഭവത്തിന് പിന്നാലെ ഷിംജിതയ്ക്ക് തക്കതായ ശിക്ഷ ലഭിക്കണം. അത് ലഭിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് BJP പ്രവർത്തകർ അതുപോലെ തന്നെ ഇവിടെയുള്ള കൗൺസിലർ അടക്കം പറയുന്നത്. ഏതായാലും ഈ ഒരു ഉടനടി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് ഷിംജിതയെ എത്തിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ഈ ഒരു സംഭവത്തിന് പിന്നാലെ, അതായത് ഷിംജിതയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ പിതാവിൻ്റെയും മാതാവിൻ്റെയും അടക്കം ദീപകിൻ്റെ അച്ഛനും അമ്മയും അടക്കം പ്രതികരിച്ചിരുന്നു. അവർ പറയുന്നത് ഇത് തന്നെയാണ്, തക്കതായ ശിക്ഷ ലഭിക്കണം, അതിനുള്ള നടപടികളെല്ലാം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തിന് ദീപകിൻ്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. ഏതായാലും 3 ലക്ഷത്തിലധികം രൂപ ഈ കുടുംബത്തിന് സഹായമായി നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ ഷിംജിതയ്ക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിൽ ദീപകിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി യൂട്യൂബേഴ്സ് അടക്കം എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ദീപകിന് വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ ഒരു സംഭവം ഇനി എവിടെയും, കേരളത്തിൽ എവിടെയും, ഇന്ത്യയിൽ എവിടെയും ഉണ്ടാവരുത് എന്നുള്ള ഒരു സംഭവത്തിന് തുടർ
തുടർന്ന് തന്നെയാണ് എല്ലാവരും പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. ഈ ഒരു സംഭവത്തിൽ അതായത് തുടർ നടപടികൾ കൃത്യമായ രീതിയിൽ പോയിട്ടില്ലെങ്കിൽ, കൃത്യമായ ഒരു ശിക്ഷ ഷിംജിതയ്ക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ BJP പ്രവർത്തകർ വലിയ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ അടക്കം തീരുമാനം. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഷിംജിതയെ ഉടൻ തന്നെ എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇതുവരെയായിട്ടും ഷിംജിതയെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ പ്രധാനമായും BJP പ്രവർത്തകർ അടക്കം പ്രധാനമായും പറയുന്ന കാര്യം, എന്തുകൊണ്ട് രഹസ്യ വാഹനത്തിൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കി എന്നുള്ളതാണ്. കാരണം ഇത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നതാണ്. എന്തുകൊണ്ട് വടകര ഭാഗത്തു നിന്ന് വരുമ്പോൾ കൊയിലാണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തി എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംശയം ഈ ഒരു സംഭവത്തിൽ ഇടയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസ് തേച്ചു മാച്ച് കളയാനുള്ള ഒരു നീക്കമാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആണ് ഇപ്പോൾ പ്രധാനമായി ആശങ്ക ഉയർത്തുന്നത്. ഇവരുടെ മാതാപിതാക്കളടക്കം ആശങ്കപ്പെടുന്നത് അതുതന്നെയാണ്. ഈ ഒരു സംഭവം ഇനി ആർക്കും നേരിടേണ്ടി വരരുത്. ഒരു കുടുംബവും ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഒരു ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും ഉണ്ടാവരുത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി പുരുഷന്മാർക്ക് കൂടുതൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു വ്യൂവേഴ്സിന് വേണ്ടി മാത്രം ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ കുടുംബം തന്നെ നശിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി ഈ ഒരു സാഹചര്യം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് BJP പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ ഏതായാലും പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. ഏതായാലും ഈ ഒരു സംഭവം വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഷിംജിതയെ എത്തിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാര്യം നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്. ആ വീഡിയോ പ്രചരിച്ച് 2 ദിവസത്തിന് ശേഷമാണ് അവരെ 2 ദിവസത്തിന് ശേഷമാണ് ഈ ദീപക് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ഈ കുടുംബം പറഞ്ഞിരുന്നു, അതായത് ഈ ദീപക് അങ്ങനെ ഒരു ആളല്ല. ദീപക് ഈ ഒരു സംഭവത്തിൻ്റെ പേര് വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം നേരിട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കം പറയുന്നത് അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരാളല്ല എന്നുള്ളതാണ് നാട്ടുകാരും എല്ലാവരും ഒരുപോലെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് പിന്നാലെ തന്നെ അദ്ദേഹം കനത്ത മാനസിക സംഘർഷം നേരിട്ടിരുന്നു. ഇത് തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതും കുടുംബം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയത് തന്നെ നമ്മൾ കണ്ടതാണ്. ആദ്യം മുൻപ് തന്നെ പരാതി കൊടുത്തിരുന്നു, എങ്കിൽ പോലും കൃത്യമായ നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ആത്മഹത്യ പ്രേരണ കുറ്റം ഷിംജിതയ്ക്കെതിരെ ചുമത്തുന്നതും തുടർ നടപടികൾ ഉണ്ടാകുന്നതും. ഏതായാലും ഇനി നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ അടക്കം തീരുമാനം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഷിംജിതയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഇതിന് ശേഷം ലക്ഷ്മി ഏതായാലും ഷിംജിത അറസ്റ്റിലായിരിക്കുകയാണ്, വൈകിയാണെങ്കിലും. പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. ഷിംജിതയ്ക്ക് ഏതോ തരത്തിൽ എവിടെ നിന്നൊക്കെയോ ഒരു സംരക്ഷണവും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെയുള്ള BJP പ്രവർത്തകർ പറയുന്നതിൽ നിന്നും ലക്ഷ്മിയുടെ റിപ്പോർട്ടിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാനാവുന്നത് അതാണ്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകളുണ്ടോ? ആരാണ് ഈ ഷിംജിതയെ സംരക്ഷിക്കുന്നത്? ഷിംജിതയെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ള സൂചനയുണ്ടെങ്കിൽ പോലും അതിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും വ്യക്തതയില്ല. എങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തു നിന്നായാലും പരാതി എടുക്കുന്ന കാര്യത്തിലായാൽ പോലും, അല്ലെങ്കിൽ ആദ്യം എടുത്തത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു എന്നുള്ളതാണ്. എങ്കിൽ പോലും ഈ രക്ഷിതാക്കളുടെ പരാതിയിൽ ആദ്യം കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയില്ല, FIR എടുത്തില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മെഡിക്കൽ കോളേജ് പോലീസിന്റെ ഭാഗത്ത് നടക്കം ഉണ്ടായില്ല എന്നുള്ള ആരോപണം പ്രധാനമായും രക്ഷിതാക്കൾ ഉൾപ്പെടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിച്ചിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടായി കുറച്ചുകൂടി, അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. കൂടുതൽ സോഷ്യൽ മീഡിയയിലടക്കം ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ഈ ഷിംജിതയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി, പരാതി എടുക്കുന്നതും അതുപോലെ തന്നെ ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തുന്നതും. എങ്കിൽ പോലും കൂടുതൽ ഷിംജിതയെ കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉച്ചയോടുകൂടി തന്നെയാണ് ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നത്. പ്രധാനമായും പോലീസിൻ്റെ വാഹനത്തിലാണ് പ്രതികളെ കൊണ്ടുപോകാറുള്ളത്. എന്നാൽ ഇത് തികച്ചും വ്യത്യസ്തമായി സ്വകാര്യ വാഹനത്തിൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ എല്ലാം സ്വകാര്യ വാഹനത്തിൽ സ്വകാര്യമായി തന്നെ നടക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാം ഒരു പിന്നിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ ആരെങ്കിലും
സംരക്ഷണ വലയം ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ BJP പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത് തന്നെയാണ്. കൂടുതൽ കവചം ആരോ ഒരുക്കുന്നുണ്ട്, അതിന് സമ്മതിക്കില്ല. കൃത്യമായ നീതി ഈ കുടുംബത്തിന് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു ദീപക്. ഇപ്പോൾ ദീപക് ജീവനോടെ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അനാഥമായിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ സാമ്പത്തികമായൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രവണത ഇനി കേരളത്തിൽ നിന്നും ആരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രവണത ഇനി ഉണ്ടാവരുത് എന്നുള്ളതാണ്. കാര്യം റീച്ചിന് വേണ്ടി ഇത്തരത്തിലൊരു വീഡിയോ ഇടുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ വ്യാപകമായിട്ടുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സ് അത്രയും വിഷമിച്ചിട്ടാണ് അദ്ദേഹം ജീവനെ ഒടുക്കിയത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഏതായാലും ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലെല്ലാം ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവരെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. കൂടുതൽ നടപടികൾ ഇന്ന് തന്നെ ഉണ്ടാകും. എങ്കിൽ പോലും നമുക്ക് വേറെ എടുത്തു പറയേണ്ട കാര്യം, ഇദ്ദേഹം അതായത് ഷിംജിത്ത് ഗൾഫിലേക്ക് അടക്കം കടന്നിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. എന്നാൽ എങ്കിൽ പോലും അത് എവിടെയാണ് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിൽ പോലും വടകര കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ്, അതുപോലെ തന്നെ ഇതിനിടയിൽ എന്ന് പറയുമ്പോൾ പോലും നമ്മൾ എടുത്തു പറയേണ്ടത് വലിയ രീതിയിലുള്ള സമര വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം പ്രഷറിലാണ് ഇപ്പോൾ വടകര ഭാഗത്തു നിന്ന് ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.